ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സൺഡേയിലത്തെ വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ ഒരു സ്കിൻ കെയർ ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ ആ റൊട്ടീനൊന്ന് ഫോളോ ചെയ്തു എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഒരു പൊട്ട് വെച്ചു, ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി അമ്മക്കെട്ടൊക്കെ കെട്ടി ആയിട്ടാണ് ഞാൻ പുറത്തിറങ്ങുള്ളൂ. അപ്പം നേരെ അടുക്കളയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക പണിയൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ടാവും. അതായത് അടുപ്പത്താണ് ചോറ് വയ്ക്കുക, പിന്നെ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള വെള്ളം ചൂടാക്കിയിട്ടുണ്ടാവും, അതുപോലെ ആൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള ചെറിയ പണികൾ, ചെറിയല്ല അത്യാവശ്യം പണികളൊക്കെ ആൾ തീർത്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ അടിച്ച് തുടച്ചിട്ടിട്ടുണ്ടാവും. അച്ഛൻ നേരത്തെ വിളക്ക് കൊളുത്തി പോവും, അപ്പോൾ അമ്മ നേരത്തോടു കൂടി അടിച്ച് തുടച്ചിട്ടുണ്ടാവും. ഞാൻ വന്നു കഴിഞ്ഞാൽ ചായ വയ്ക്കും. കട്ടനാണ് ഞങ്ങൾ വയ്ക്കുക. മിക്ക ദിവസവും കട്ടൻ തന്നെയാണ്. വല്ലപ്പോഴും പാല് വാങ്ങുകയാണെങ്കിൽ കോഫി വെച്ച് കുടിക്കും. പാൽ ചായ വലിയ താല്പര്യമില്ല, കട്ടൻ അല്ലെങ്കിൽ കോഫി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതാ ദോശമാവ് ഇന്നലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കുകയാണ് ഞാൻ. സൺഡേ ദിവസങ്ങളിലൊക്കെ മിക്കപ്പോഴും കാലത്ത് ദോശയായിരിക്കും, അല്ലെങ്കിൽ ഇഡ്ഡലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം എൻ്റെ ഫേവററ്റ്, എൻ്റെ മോളുടെ ഫേവററ്റും ദോശയാണ് കേട്ടോ. ഞങ്ങൾക്കിങ്ങനെ മൊരിഞ്ഞത് ചൂടോടുകൂടി അപ്പം ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പം അതാ എൻ്റെ മൂത്ത മോൾ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ വന്ന പക്ഷെ എന്നെ കാണും വേണം, ഞാൻ അവളെ എടുത്ത് കുറച്ച് നേരം ഒന്ന് താലോലിപ്പിച്ച് കൊഞ്ചിപ്പിക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഒരു ആശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ആളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ബ്രഷ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആൾ വേണ്ട അമ്മ, എനിക്ക് ദോശ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പല്ല് തേച്ചാൽ തന്നെയാണ് ദോശ തരുള്ളൂ, അമ്മ എനിക്ക് നല്ല മൊരിഞ്ഞ ദോശ വേണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പോയി പല്ല് തേച്ചിട്ട് വാ അമ്മ, നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കി വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാർ കൂട്ടിയ ആൾ നല്ല മൊരിഞ്ഞ് ചെറിയ കനം കുറച്ച് ദോശയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ആൾ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ചെറിയ മോളൂനെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാണ്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ പിടിച്ചോളും. അപ്പോൾ അമ്മ ദാ അവിടെ കൂട്ടാൻ ഇങ്ങനെ ഉണക്കമീൻ്റെ ചാറ് കൂട്ടാൻ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉണ്ണീനെ എടുക്കാൻ കൊടുത്ത കാരണം അത് കൂട്ടാൻ കാച്ചാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളി തൊലി കളഞ്ഞ് ഞാൻ തന്നെ കാച്ചി വെക്കാമെന്ന്. അപ്പോൾ എന്തായാലും അമ്മ ഉണ്ണീനെ നോക്കുമല്ലോ, അപ്പോൾ അതോടുകൂടി അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ കൂട്ടാൻ കാച്ചുന്ന പോലെ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞതും വേപ്പിലയും ഇട്ട് ജസ്റ്റ് മൂപ്പിച്ച് കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. ഓൾറെഡി ഇന്നലത്തെ സാമ്പാറാണ് അവിടെ ഉള്ളത്. അത് ഞങ്ങൾക്ക് ഇന്നലത്തെ സാമ്പാറൊക്കെ ചൂടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അച്ഛനും മോനൊന്നും കഴിക്കില്ല, അതായത് എൻ്റെ ഹസ്ബൻഡൊന്നും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഉണക്കമീൻ ചാറ് കറി അമ്മ ഉണ്ടാക്കി വെച്ചു. ഉച്ചയാകുമ്പോഴേക്കായാലും കഴിക്കാനായാലും എന്തിനായാലും. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശയുടെ കൂടെ, അതൊക്കെയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ കൂട്ടാൻ കാച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ളൊരു പണിയാണ്, എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പാത്രം കഴുകുക എന്നുള്ളത്. അത് തന്നെ ഞാനും ചെയ്യുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്നത് കണ്ടാൽ എനിക്ക് കഴുകാൻ മടിയാണ്, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് പാത്രങ്ങൾ കാണുമ്പോഴേക്കും അപ്പാപ്പം കഴുകി വയ്ക്കും. ഇവിടെ അമ്മയല്ല അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ കാണുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് വരും. അപ്പോൾ കഴിയുമ്പോൾ കുറച്ച് പാത്രങ്ങൾ അപ്പാപ്പം തന്നെ ഞങ്ങളിങ്ങനെ കഴുകി വയ്ക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് പിന്നീട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പാപ്പം ചെയ്ത് വെച്ചാൽ. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴേ കഴുകുക. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് വരും. ഇതാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വിശന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പാണ്. അപ്പം ഞാൻ ഒരു 4 ദോശ കൂടിപ്പോയാൽ 4 ദോശയും കട്ടൻ ചായയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ആൾ ദോശ തിന്നാൽ എന്ത് കഴിച്ചാലും ഞാൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വായ കഴിച്ചിട്ട് പോകുന്നത് ആളൊരു സ്വഭാവം കേട്ടോ. അപ്പോൾ ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇപ്പം എൻ്റെ എന്നല്ല, അച്ഛൻ കഴിക്കായാലും അച്ഛമ്മ കഴിക്കായാലും ആര് കഴിക്കായാലും അവരെ കൂടെ പോയിരുന്ന് എന്തെങ്കിലും വായ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചോളും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തുണികൾ ഞാൻ കാലത്ത് തന്നെ മുക്കി വെച്ചിട്ടുണ്ടാവും. സെപ്പറേറ്റ് ആയിട്ടാണ് മുക്കി വയ്ക്കുക. എൻ്റെ ഹസ്ബൻഡും ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കും. മക്കളുടെ ഞാൻ ഷാമ്പൂവിൽ സെപ്പറേറ്റ് ചെറുതായി ഡെറ്റോളൊക്കെ ഇട്ടിട്ട് മുക്കി വയ്ക്കുള്ളൂ. എന്നിട്ട് ഒരു 1/4 മണിക്കൂറോളം ഞാൻ മുക്കി വയ്ക്കും. അത് കഴിഞ്ഞ് ഈ പണികളൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ അലക്കുള്ളൂ. അപ്പോൾ ഇത്തിരി വെയിലും കാറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം അലക്കിയിടാമെന്ന് വിചാരിച്ചു. വേഗം ഉണങ്ങി കിട്ടുമല്ലോ. മഴ വരികയാണെങ്കിലോ പിന്നെ അതൊരു പ്രശ്നമാവുമല്ലോ. അത് കാരണം വേഗം അലക്കിയിട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോൾ സൺഡേയിലത്തെ മെയിൻ പരിപാടിയാണ് കേട്ടോ എൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യൽ. അല്ലാത്ത ദിവസമൊക്കെ വെറുതെ ഇങ്ങനെ കഴുകുള്ളൂ കുളി കഴിയുമ്പോൾ.
പക്ഷേ സൺഡേ ദിവസങ്ങളിൽ ഞാൻ നല്ലോണം സോപ്പും മറ്റേ ബാത്റൂം കഴുകണ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് ചൂടുവെള്ളമൊക്കെ ഇട്ട് നല്ലോണം കഴുകും കേട്ടോ. കാരണം എൻ്റെ മോള് എങ്ങനെയെങ്കിലും ബാത്റൂം വൃത്തികേടാക്കിയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ബാത്റൂം വൃത്തിയായി കിടന്നില്ലെങ്കിൽ വല്ലാത്തൊരു ഇറിറ്റേഷനാട്ടോ. എനിക്കിങ്ങനെ ക്ലീനായി കിടക്കണം എപ്പോഴും. അപ്പോൾ എനിക്കാണെങ്കിൽ ബാത്റൂം കഴുകുന്ന പണി അത്രയും ഡിഫിക്കൽട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പണി ബാത്റൂം കഴുകലാണ്. എനിക്ക് ഇഷ്ടമാണ് ക്ലീൻ ആക്കാനായിട്ട്. പിന്നെ നമ്മുടെ സ്വന്തം ബാത്റൂം ആയതുകൊണ്ടാണോ അതോ ചെറിയൊരു ബാത്റൂം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എപ്പോഴും എല്ലാ സൺഡേസിലും നല്ലോണം ക്ലീൻ ചെയ്തിടും. പിന്നെ എന്താ, അതുപോലെ തന്നെ മോളുടെ അവൾക്ക് സെപ്പറേറ്റ് ഒരു ക്ലോസറ്റ് ഉണ്ട്. അവളൊരു 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഉപയോഗിക്കുന്ന ക്ലോസറ്റ് അതും ഞാൻ സൺഡേസിൽ നല്ല പോലെ സോപ്പും പൊടിയും ഇതൊക്കെ ഇട്ട് ഡെറ്റോളും അതുപോലെ തന്നെ ചൂടുവെള്ളമൊക്കെ യൂസ് ചെയ്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. ബേബി ഗേൾസൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനത് ചൂടുവെള്ളമൊക്കെ യൂസ് ചെയ്ത് നല്ലോണം കഴുകി വെക്കും. അല്ലാത്ത ദിവസങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് കഴുകുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം നല്ല ക്ലീനിങ് ആയിരിക്കും. പിന്നെ റൂമൊക്കെ ഞാൻ അടിച്ചു തുടച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ വേഗം തന്നെ ചെയ്ത് തീർത്തു, അത് വീഡിയോ എടുത്തില്ല. പിന്നെ ആളെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടത്. ഇങ്ങനെ പൂ വിരിഞ്ഞ പോലെ ഇരിക്കണം തലമുടി. അപ്പോൾ അതുപോലെയൊക്കെ കെട്ടി കൊടുത്ത് ആളുടെ ഫേവറേറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടമുള്ള മിടിയും ടോപ്പാട്ടത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതാ തുളസിയും ശംഖുപുഷ്പമൊക്കെ പൊട്ടിക്കുകയാണ്. ആളുടെ മെയിൻ പരിപാടിയാണ്. കുളി കഴിഞ്ഞ് തുളസിയും ശംഖുപുഷ്പവും പൊട്ടിച്ച് ദൈവങ്ങളുടെ അവിടെ കൊണ്ടുവയ്ക്കലിട്ടാ. ഒരാളിത് ആ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ കോപ്പറേറ്റീവ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആൾ പുറത്തേക്ക് പോയി വന്നതാണ്. അച്ഛൻ ചിക്കൻ പാർട്സും വിറകൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തറവാടിൻ്റെ അവിടെ. അപ്പോൾ അത് കൊണ്ടുവരാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പാർട്സ് ഞങ്ങൾ എന്തായാലും വൈകുന്നേരം ആവും കറി വയ്ക്കുമ്പോൾ. കാരണം ഇപ്പം എൻ്റെ അലക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ 12:30 ആയിട്ടുണ്ട്. സൺഡേ ദിവസം അങ്ങനെയാണ്. ഞാൻ കുളിക്കുമ്പോൾ 1 മണിക്ക് ആവും, 12:30 ആവും അലക്ക് കഴിയുമ്പോൾ. എല്ലാം ആടിപ്പാടി ആയം പോലെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ 1 മണിക്ക് ആയപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ സാധാരണ കുളി കഴിയുമ്പോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പൗഡർ, മോയ്സ്ചറൈസർ, പൊട്ട്, അതുപോലെ തന്നെ ലിപ് ബാം, കുങ്കുമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ തന്നെ ഞാനും ചെയ്യുന്നു. ഈ കളറിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, കുങ്കുമം പോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ അലമാരിയുടെ ഉള്ളിൽ ആ കുഞ്ഞിക്കള്ളിയിൽ വെക്കുള്ളൂ. കാരണം എൻ്റെ മോൾ അതൊക്കെ അവിടെ ഇവിടെയും തേച്ച് മുഖത്തും ചുമരും എവിടെയൊക്കെ തേക്കാൻ പറ്റണോ അവിടെയൊക്കെ തേച്ച് നശിപ്പിച്ച് ഇങ്ങോട്ട് തരും. എന്തോരം ഞാൻ പുതിയത് വാങ്ങിച്ചാലും അവളത് നശിപ്പിച്ച് തന്നിരിക്കും. അപ്പോൾ അത് കാരണം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അലമാരിയുടെ ഉള്ളിൽ കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഫുഡ് കഴിക്കാനായി. അപ്പം ഞാനും അവളും കൂടി റൂമിലിരുന്ന് ഫുഡ് കഴിച്ചു. അവൾക്ക് ചില ദിവസം റൂമിലിരുന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ സാമ്പാറും മീൻകറിയും പപ്പടവും ചമ്മന്തിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് 4 മണിയായപ്പോൾ അവൾ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടാ. ഡാൻസ് ക്ലാസ് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വിദ്യാരംഭത്തിന് അവളെ ചേർത്തിയിരുന്നു. അപ്പോൾ സൺഡേ തൊട്ട് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ സൺഡേ വേറെ ടീച്ചർക്കാണ് ദക്ഷിണ കൊടുത്തത്. ഇപ്പോൾ അത് ആളുടെ മോളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ടീച്ചർക്കും ദക്ഷിണ കൊടുത്ത് ഫസ്റ്റ് ക്ലാസ് അവൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്. എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ മോളെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച് അവൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. അവൾ അതുപോലെ ചെയ്യണം എന്നെൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ 5:30 ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ വീടെത്തിയപ്പോൾ ആകെ ടയേർഡായി. അപ്പോൾ കുളിച്ച് നാമൊക്കെ ചൊല്ലി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ ചിക്കൻ നല്ല പോലെ വരട്ടി കറി വെച്ചിട്ടുണ്ട്, കുരുമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാവ് ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് ദോശ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നല്ല മുരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കി അവൾക്കും കൊടുത്തു, ഞാനും എടുത്തു കേട്ടോ. അപ്പം നല്ല മുരിഞ്ഞ ദോശ ചൂടോടുകൂടി ചിക്കൻ പാർട്സ് വരട്ടി കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, പ്രത്യേകിച്ച് വിശന്നിരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.